guys, welcome back to Palamburi and Passport. So, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. സോ സ്വീഡനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം എന്ന് തോന്നുന്നവർ മാത്രം ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. സോ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്വീഡനിലേക്ക് വരാൻ പോകുന്നവരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ വരുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആൻഡ് ഇത് ടോട്ടലി എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ചിലപ്പോൾ നിങ്ങൾ വേറൊരാളോട് ചോദിക്കുമ്പോൾ മേ ബി അവർക്ക് ഈ ഒപ്പീനിയൻ ആയിരിക്കില്ല. സോ ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഇവിടെ ഒരു 7 months നിന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ മൈ ഫസ്റ്റ് പോയിന്റ് ഇസ് സ്വീഡൻ ഇസ് വെരി എക്സ്പെൻസീവ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു സ്വീഡൻ. ഇപ്പം നമ്മൾ ഒരു 7 months ഇവിടെ ജീവിച്ചപ്പം നമുക്ക് തോന്നിയൊരു കാര്യമാണ്, മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് തോന്നിയതാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം നമുക്കറിയാം, ഓൾറെഡി നമുക്ക് അറിയായിരുന്നു ലൈക്ക് സ്കാൻഡിനേവിയൻ കൺട്രി ആണ്, എക്സ്പെൻസീവ് ആയിരിക്കും എന്നൊക്കെ. പക്ഷേ വളരെ വളരെ എക്സ്പെൻസീവ് ആണ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം എല്ലാ കാര്യം എടുത്ത് നോക്കിയാലും നമ്മളിപ്പോൾ ഗ്രോസറീസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ട്രാവൽ ആയിക്കോട്ടെ, റെൻ്റ് ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നിന് മെച്ചം എന്ന് പറയുന്നത് പോലെ എക്സ്പെൻസീവ് ആണ് ഇവിടെ. സോ നമുക്ക് ആദ്യം തന്നെ ട്രാവലിൻ്റെ കാര്യം തന്നെ നോക്കാം. ഫസ്റ്റ് പണ്ട് ഞാൻ നിന്ന സ്ഥലത്ത്, അതായത് കൗണ്ടി ഏതായിരുന്നു, ഇവിടെ സ്റ്റേറ്റിന് കൗണ്ടി എന്നാണ് പറയുക. ഞാൻ ഇവിടെ എഴുതി കാണിക്കട്ടോ ഏത് കൗണ്ടിയിലായിരുന്നു. അവിടെ യൂസ് ചെയ്യുന്ന ആപ്പാണ് വാസ്റ്റ് ട്രാഫിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ്. അതൊക്കെ ഞാൻ ഇവിടെ കാണിക്കാം. സോൺ ABC എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോൺ 3 സോണ് കവർ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം സോൺ ABC ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പിരി ടിക്കറ്റ് എടുക്കണമെങ്കിൽ എത്ര വരും? 1485 SEK വരും. അത് യൂത്തിനാണ്. നമുക്ക് അഡൽട്ടിൻ്റെ നോക്കാം. ദാറ്റ് ഇസ് 1980 SEK വരും. ഗ്രോസറീസിൻ്റെ കാര്യം നോക്കിയാലും ഭയങ്കര ആയിട്ട് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ യെസ് എന്നും പറയാം. പിന്നെ നമ്മൾ അത് അന്വേഷിച്ച് ഇറങ്ങിയാൽ നമുക്ക് ഇപ്പം പല ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ സ്റ്റോഴ്സ് ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെ നമ്മൾ അന്വേഷിച്ച് ഇറങ്ങി നമ്മൾ അവിടെ നിന്നൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് കുറേ ചീപ്പായിട്ട് കിട്ടാനും ചാൻസസ് ഉണ്ട്. പക്ഷെ ഇപ്പം ഇക്ക, അതേപോലെ വില്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ ഒരു എക്സ്പെൻസീവ് സൈഡാണ് സത്യം പറഞ്ഞാൽ. നമ്മളെ പ്രത്യേകിച്ച് ഇപ്പം ആദ്യമായിട്ട് യൂറോപ്പിൽ, ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് യൂറോപ്പിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി വരും, നമുക്ക് INR-ലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി വരും. നമ്മൾ ഇവിടെ ഒരു സാലറി ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ജീവിച്ചു പോകാം. അപ്പം അത് നമുക്ക് നെക്സ്റ്റ് സാലറിനും ജോബിനും ഒക്കെ പറ്റി ഞാൻ പറയാം. എന്തായാലും സ്വീഡൻ വളരെ എക്സ്പെൻസീവ് ആണ്, അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. സോ ഇനഫ് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കൺട്രി ഓപ്റ്റ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കടന്നാലോ. സോ മൈ സെക്കൻഡ് പോയിന്റ് ഇസ് ഇവിടെ ഒരു ജോലി കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ഞാൻ കുറേ പേരെപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു 7 months ആയിട്ട് ഞാൻ കണ്ട കുറേ പേര്, അതേപോലെ അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മേ ബി വേറൊരാൾക്ക് ഇതായിരിക്കൂല അവർക്ക് വന്ന എക്സ്പീരിയൻസ്. പക്ഷേ പൊതുവെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സ്പെൻസിനെ കുറിച്ചിട്ടും അതേപോലെ ജോലിനെ കുറിച്ചിട്ടും. ഇവിടെ നമുക്കങ്ങനെ പെട്ടെന്നൊരു സ്റ്റെബിലിറ്റി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ഓഫ്കോഴ്സ് നമ്മളിവിടെ വന്ന് പഠിക്കുന്നത് ഇവിടെ തന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് യൂറോപ്പിലെങ്കിലും ഒരു ജോലി കിട്ടാം, ആ ഒരു മൈൻഡിലായിരിക്കും മിക്ക ആൾക്കാരും വരുന്നത്. സോ ഇവിടെ ഒരു പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ സ്റ്റേബിളായിട്ടൊരു ജോലി നോക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയണ്ടല്ലോ. പിന്നെ പാർട്ട് ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വീഡിഷ് അറിയണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. സ്വീഡിഷ് അറിയേണ്ട കുറേ ജോബ്സും ഉണ്ട്. അതേപോലെ ഇപ്പോൾ ഡെലിവറി, ഇവിടെ ഫുഡോറ, ഊബർ ഈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഡെലിവറി ഉണ്ട്, ഡെലിവറി ജോബ്സ് ഒക്കെ ഉണ്ട്. സോ അവർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല സ്വീഡിഷ് അറിയണം എന്ന്. ലൈക്ക് സ്വീഡിഷ് അറിയണോ വേണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ഡിപ്പെൻസ് ആണ്. ഓരോ പാർട്ട് ടൈം ജോബിനും ഓരോരോ കാര്യങ്ങളാണ് അവർ ക്വാളിഫിക്കേഷൻസ് ആക്കി വെക്കുക. ഇപ്പം ചിന്തിക്കുകയാണ് നിങ്ങളിപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഫണ്ട് ഉണ്ട്, ഇനി ബാക്കിയുള്ള ഫണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് റേസ് ചെയ്യാം, ഇവിടെ ഒരു പാർട്ട് ടൈം എടുത്തിട്ട് റേസ് ചെയ്യാം എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ട് വരുന്നതെങ്കിൽ നല്ലതാണ്. ഒരിക്കലും ഞാൻ ഡിസ്കറേജ് ചെയ്യല്ല. ഓഫ്കോഴ്സ് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്താലേ എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ. നമ്മളെ കംഫർട്ട് സോൺ വിട്ടാലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ലൈഫിൽ എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ
ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരു ഫണ്ട് റേസ് ചെയ്ത് ബാക്കി ഇവിടുന്ന് റേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം. കാരണം എത്രയോ പേരുണ്ട് ഇവിടെ വന്നിട്ട് ഒരു പാർട്ട് ടൈം ജോലി, നല്ലൊരു പാർട്ട് ടൈം ജോലി, നല്ലത് ഇൻ ദ സെൻസ് ഞാൻ ജോബിനല്ല പറഞ്ഞത്. അതായത് ഇപ്പം ചിലപ്പം ഒരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പം നമുക്ക് നമ്മുടെ ഫീസ് അടയ്ക്കാനുള്ള ഒരു പൈസയൊന്നും അതിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അതാണ് ഞാൻ നല്ലതെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. അല്ലാതെ ജോബ് ഒന്നിനും കുറച്ച് കാണുമൊന്നുമല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നും കൂടി ചിന്തിക്കുക. നമുക്ക് ഇവിടെ വന്ന് പാർട്ട് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷനും കൂടി, ഒരു ഓപ്ഷൻ ബിയും കൂടി നിങ്ങൾ വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾക്ക് ഒരിക്കലും പാർട്ട് ടൈം ജോബ് കിട്ടൂല അങ്ങനെയൊന്നും അല്ല പറയുന്നത്, കിട്ടും. പക്ഷെ ചിലപ്പോൾ അത് ടൈം എടുക്കും. ചിലപ്പോൾ അത് വീക്ക്ലി ജസ്റ്റ് വൺസോ അല്ലെങ്കിൽ മന്ത്ലി ഒരു 3 പ്രാവശ്യം മാത്രം കിട്ടിയ ആൾക്കാരൊക്കെ എനിക്കറിയാം. സോ അങ്ങനെ ആയിരിക്കും. സോ ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം എടുത്തിട്ട് കംപ്ലീറ്റ് ഫീസ് അടച്ചവരും എനിക്കറിയാം കേട്ടോ. സോ ഞാൻ ഒരിക്കലും പാർട്ട് ടൈം കിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഒരു ഓപ്ഷൻ ബി വെക്കുക. സോ നമുക്ക് തേർഡ് പോയിന്റിലേക്ക് കടന്നാലോ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മളിപ്പോൾ പാർട്ട് ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈമിൻ്റെ കൂടെ നമ്മുടെ സ്റ്റഡീസും കൊണ്ടുപോകാൻ നോക്കിയിട്ട് വരുന്നവരായിരിക്കും മിക്ക ആൾക്കാരും. അപ്പോൾ അവർക്ക് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് നിങ്ങൾ അത്യാവശ്യം നല്ല പോലെ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയ യൂറോപ്പിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഹെക്റ്റിക്കായിട്ട് പഠിക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഇത് പാർട്ട് ടൈം ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജോലി, ജോലിയല്ല പഠിപ്പ്, അവർ മെറ്റീരിയൽസ് തരുന്നു, നമ്മൾ ലാസ്റ്റ് എക്സാം എഴുതാൻ വേണ്ടി മാത്രം പോകുന്നു. ആ ഒരു സിസ്റ്റം ആയിരുന്നു ഞാൻ കണ്ടത്, ഞാൻ കേട്ടതും. സോ ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ച പോലെ ഒരു സിസ്റ്റം അല്ല ഇത്. കാരണം മിക്ക ദിവസവും എനിക്ക് കോളേജ് യൂണിവേഴ്സിറ്റിയിൽ പോകാനുണ്ടായിരുന്നു. ആൻഡ് പ്രത്യേകിച്ച് ലാബുള്ള സബ്ജക്ട്സ്, ലാബ് ഇപ്പോൾ ബയോ ഒക്കെ ആകുമ്പോൾ എന്തായാലും ലാബ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ മോളിക്കുലർ ബയോടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ് എടുത്തത്. ആൻഡ് മിക്ക ദിവസം നമുക്ക് ലാബ് ഉണ്ടാവും. ലാബ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവും. ലെക്ചേഴ്സിന് പോകണ്ട കേട്ടോ, ലെക്ചേഴ്സ് ഇവിടെ മാൻഡേറ്ററി അല്ല. പക്ഷേ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അതേപോലെ നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ട് സബ്മിഷൻ, ഇതൊക്കെ ഗ്രൂപ്പ് വൈസ് ആയിരിക്കും തരിക. അപ്പം നമ്മൾ എല്ലാവരും സമയം നോക്കിയിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പല ടാസ്കുകളും ഉണ്ടാവും, പ്രൊജക്ട്സ് ഉണ്ടാവും, റിപ്പോർട്ട്സ്, പ്രൊജക്ട്സ്, അസൈൻമെൻറ്റ്സ്, ഈ ലാബ്, ഇതെല്ലാം കൂടി ആവുമ്പം നമുക്ക് ഈവൻ സാറ്റർഡേ സൺഡേ പോലും നമുക്ക് അതിരുന്ന് ചെയ്യാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പം ഷെഡ്യൂൾ വൈസ്, ഇനിയിപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ മാത്രം ഷെഡ്യൂളിലുള്ള പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ കാര്യമല്ലേ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സോ എക്സാംസ് വരും. എക്സാംസ് ഇവിടെ ടഫാണ് കേട്ടോ, ഭയങ്കര ടഫാണ്. ഞാൻ അതൊക്കെ ഈസി ആയിരിക്കും എന്നാണ് വിചാരിച്ചു. പക്ഷേ മോർ ദാൻ പകുതിയിലേറെ ആൾക്കാർ ഇവിടെ ഫെയിലാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ എല്ലാവരും ഫെയിലാണ്. നമുക്കതൊരു എന്താ പറയുക, നമുക്ക് ഇമോഷണലി നമ്മൾ ഡൗൺ ആയിപ്പോകുന്നു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് അത് നിങ്ങൾ അത്യാവശ്യം നല്ല പോലെ അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ സബ്ജക്റ്റാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പം എനിക്ക് കോഴിക്കോട് നിന്ന് തന്നെ വന്നൊരു കുട്ടീൻ്റെ ബിസിനസ് സ്റ്റഡീസ് എന്തോ ആണ് ചെയ്യുന്നത്. അവൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അത്ര അങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ല. സോ അങ്ങനത്തെ ഫീൽഡൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ഫീൽഡിനനുസരിച്ചിരിക്കും നമ്മളെ കംപ്ലീറ്റ് ടൈം മാനേജ്മെൻറ്റും എല്ലാം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പോലെ അന്വേഷിച്ചിട്ട്, ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഏജൻസീസ് അങ്ങനെ പല കാര്യങ്ങളും പറയും കേട്ടോ നിങ്ങളോട്. അത് നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ബാക്കിയുള്ള അവിടെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കുക. അതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സോ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അത്രയും ചിന്തിച്ചിട്ടും അന്വേഷിച്ചിട്ടും മാത്രം ചെയ്യാം. ഓക്കെ. സോ നമ്മളെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്വീഡനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മേ ബി ആദ്യത്തെ ഒരു 1 വീക്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കാറ്റർ വർക്കിൽ പോവുക. അതായത് ഇവിടുത്തെ ഒരു ടാക്സ് ഏജൻസിയാണ്, അവിടെ പോവുക, നമ്മളെ പേഴ്സണൽ ഐ ഡിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ആൻഡ് അടുത്ത പണി എന്ന് പറയുന്നത് ബാങ്ക് ഐ ഡിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അതായത് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക, സോ ദാറ്റ് നമുക്കൊരു ബാങ്ക് ഐ ഡി കിട്ടുന്നതായിരിക്കും.
ബാങ്ക് ഐ ഡി എന്ന് പറയുന്നത്, ബാങ്ക് ഐ ഡി ഇസ് യുവർ ലൈഫ് എന്ന് പറയാം. കാരണം ആദ്യം നമ്മൾ വരുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ലല്ലോ. അപ്പൊ ആദ്യം വന്ന സമയത്ത് ഞാനും കോൺട്രാക്ട് സൈൻ തന്നെയാണ് ചെയ്തത്. കാരണം നമുക്ക് ബാങ്ക് ഐ ഡി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ പിന്നെ പിന്നെ ഇപ്പം നമ്മളിവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓക്കെ ബാങ്ക് ഐ ഡി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കാൻ നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് സർവീസസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഇതേപോലെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതായിക്കോട്ടെ, ഇനിയിപ്പം ബില്ലടയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങിയാൽ പോലും നമ്മൾ ഇവിടെ സ്വിഷ് എന്ന് പറയും. സ്വിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗൂഗിൾ പേ പോലെ നമുക്ക് സ്കാൻ ചെയ്തിട്ടൊക്കെ എടുക്കാൻ, പേ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. പക്ഷെ അതും ബാങ്ക് ഐ ഡി വഴിയാണ് നമ്മളെ നമ്മൾ കംപ്ലീറ്റ് ഇവിടെ എല്ലാ കാര്യങ്ങളും ബാങ്ക് ഐ ഡി വഴിയാണ് നടക്കുന്നത്. എന്ത് സർവീസസ് എടുക്കണമെങ്കിലും എല്ലാം, ഇപ്പോൾ ബുക്കിങ്സ് ആയിക്കോട്ടെ, ഇവിടെ ലോണ്ടറി ബുക്ക് ചെയ്യണമെങ്കിൽ വരെ നമ്മൾ ബാങ്ക് ഐ ഡി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ അല്ല, ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ബാങ്ക് ഐ ഡി ഇസ് യുവർ ലൈഫ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ നമ്മളും അത് കംപ്ലീറ്റ്ലി യൂസ് ടു ആവും. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ക്യാഷ് കൊടുക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഗൂഗിൾ പേ ഒക്കെ നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ലേ. അപ്പോൾ അതേപോലെ നമ്മളും കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റലൈസ്ഡ് ഇന്ത്യ ആയിട്ട് മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വീഡനെ കുറിച്ചിട്ട്. കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു രസമല്ലേ. അപ്പോൾ അതെന്തായാലും ഞാൻ അഡ്മയർ ചെയ്യുന്ന കാര്യമാണ് സ്വീഡനെ കുറിച്ചിട്ട്. അപ്പം നിങ്ങൾ ഇവിടെ വന്നാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, പേഴ്സണൽ ഐ ഡി എടുക്കുക, നമ്മൾ സ്കാറ്റർ വർക്കറ്റിൽ പോകുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ നമുക്കൊരു ബാങ്കിൽ പോയി അക്കൗണ്ട് എടുക്കുക, ആൻഡ് നമുക്കൊരു ബാങ്ക് ഐ ഡി കിട്ടുന്നതായിരിക്കും. ബാക്കി നമ്മളെ കാര്യങ്ങളെല്ലാം ബാങ്ക് ഐ ഡി വഴി. ഓക്കെ. അപ്പം നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്വീഡിഷ് പീപ്പിളിനെ കുറിച്ചിട്ടാണ്. പീപ്പിളിനെ മാത്രമല്ല, നമുക്കിവിടെ ഒരു സോഷ്യൽ ലൈഫ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്ന് സത്യം പറഞ്ഞാൽ പറയാം. നമ്മളെ നാട്ടിൽ ഇപ്പം നമ്മൾ വെറുതെ ചുമ്മാ ഒന്ന് വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഓക്കെ ഒന്ന് പുറത്ത് പോകണമെങ്കിൽ നമ്മളിപ്പം നമ്മൾ ബീച്ചിൽ പോവും, അല്ലെങ്കിൽ മോളിൽ പോവും. ഇവിടെയും മോളുണ്ട്, എന്താ പല ലേക്കുകളുണ്ട്, ബീച്ച് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കൊരു സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പനിങ് ആയിട്ട് നമുക്ക് തോന്നൂലേ, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല കേട്ടോ. കാരണം ഇവിടെ ഡിപ്രഷൻ വരാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒറ്റക്ക് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് പുറത്തിറങ്ങി ആരും ഇല്ല, പുറത്തിറങ്ങി നമുക്ക് അറിയുന്ന ആരും ഇല്ല. ഇവിടെ എല്ലാവരും സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പം ഇവരൊരിക്കലും നമ്മളോട് മിങ്കിൾ ചെയ്യാൻ വരില്ല. ഭയങ്കര സ്വീറ്റ് ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ്. പക്ഷെ അവരൊരു ലൈഫ് അങ്ങനെയാണ്. അവർ നമ്മളെ കാര്യത്തിലൊന്നും ഇടപെടൂല, നമ്മൾ അവരെ കാര്യത്തിലും ഇടപെടൂല. ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഓക്കെ. അപ്പം കുറേയൊക്കെ നല്ലതല്ലേ. നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാ, അപ്പുറത്തെ വീട്ടിലുള്ളവരെ കണ്ണ് ഇവിടെ ആയിരിക്കും. അപ്പം അത് ഭയങ്കര അനോയിങ് ആയിട്ട് നമുക്ക് തോന്നും. നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡിപ്രഷൻ വരാൻ വളരെ അധികം ചാൻസ് കൂടുതലാണ്. സോ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. നമ്മളെ വീട്ടിൽ നിന്ന് വിളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇവിടെ ഒറ്റക്കാണ്. സോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ, നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം ഇവിടെ. കാരണം എല്ലാവരും അവരുടെ ലൈഫിൽ ബിസി ആയിരിക്കും. ഈവൻ ഇനിയിപ്പോൾ അവർ ഫ്രീ ആണെങ്കിൽ പോലും നമ്മളെടുത്ത് വന്ന് സംസാരിക്കില്ല. അത് ഇവരെ ഒരു കൾച്ചർ അതാണ്. സോ അതാണ് എനിക്ക് ഒരു 5 പോയിന്റ്സ് നിങ്ങളോട് പറയാനുള്ളത്. സ്വീഡനിൽ വരുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ആദ്യത്തെ 3 പോയിന്റ്സ് നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചിട്ടും എന്താ പറയുക, നല്ല അന്വേഷിച്ചിട്ടും മാത്രം ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. Thank you so much. Bye bye.